ദൈവത്തിൻ്റെ ത്രിയേക നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ പ്രഭാതത്തിലേക്ക് നമ്മെ പ്രവേശിപ്പിച്ച ദൈവത്തിന് നന്ദി അർപ്പിക്കാം. ഇന്നത്തെ വായനാഭാഗം യെശയ്യാ പ്രവചനം 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ കുറിവാക്യം യെശയ്യാ പ്രവചനം 1-ാം അധ്യായം 19-ാം വാക്യം. നിങ്ങൾ മനസ്സുവെച്ച് കേട്ടനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വേദപുസ്തകത്തിൽ വളരെ പ്രത്യേകതകൾ നിറഞ്ഞതാണ്. പ്രവാചക പുസ്തകങ്ങളിൽ ഏറ്റവും വലിയ പുസ്തകമാണ് ഇത്. ഉസ്സിയാവ്, യോഥാം, ആഹാസ്, ഹിസ്കിയാവ് എന്നീ രാജാക്കന്മാരുടെ കാലത്ത് യഹൂദായോട് ദൈവത്തിൻ്റെ സന്ദേശം അറിയിച്ച പ്രവാചകനായിരുന്നു യെശയ്യാവ്. വിശുദ്ധനായ ദൈവത്തിൻ്റെ വിളിക്ക് അനുസരിച്ച് മാനസാന്തരപ്പെട്ട് നീതിയോടെ ജീവിക്കുക എന്നതാണ് ഈ പ്രവചന പുസ്തകത്തിൻ്റെ മുഖ്യ സന്ദേശം. ദൈവത്തോട് മത്സരിക്കുന്ന ജനത്തിൽ നിന്നും വേർപെട്ട് ന്യായവിധി പ്രസംഗിക്കുന്ന ഒരു പ്രവാചകനല്ല യെശയ്യാവ്. പിന്നെയോ താൻ ഉൾച്ചേരുന്ന സമൂഹത്തിൻ്റെ അപജയങ്ങളിൽ തനിക്കും ഒരു പങ്കുണ്ടെന്ന് തിരിച്ചറിയുന്ന ഒരു പ്രവാചകനെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ ഇന്നത്തെ വായനാഭാഗത്തു നിന്നും 2 ചിന്തകൾ പങ്കുവെക്കട്ടെ. ഒന്നാമതായിട്ട്, അപ്രീതികരമായ ആരാധന. ആരാധകരിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത് നീതിപൂർവമായ ഒരു ജീവിതമാണ്. യാഗത്തിൻ്റെ ബാഹുല്യമല്ല, മറിച്ച് വിശുദ്ധിയുള്ള ജീവിതങ്ങളെയാണ് ദൈവത്തിന് ആവശ്യം. ഹൃദയശുദ്ധി ഇല്ലാത്തവരുടെ അർപ്പണങ്ങൾ വ്യർത്ഥമായ കാഴ്ചകളാണ്. അതിനാൽ ദൈവം അവയിൽ പ്രസാദിക്കുന്നില്ല. എനിക്ക് വെറുപ്പാകുന്നു, ഞാൻ വെറുക്കുന്നു എന്ന ഇന്നത്തെ വായനാഭാഗത്തിലെ പ്രയോഗങ്ങൾ ദൈവത്തിൻ്റെ അപ്രീതിയെയാണ് വെളിവാക്കുന്നത്. പ്രിയരെ, ആരാധന അർത്ഥവത്താകുന്നതിൽ ആരാധകന്റെ പങ്ക് വളരെ വലുതാണ്. കയീൻ്റെയും ഹാബേലിൻ്റെയും യാഗം ഈ അവസരത്തിൽ നമുക്ക് ഓർക്കാം. ജീവിതം വെടിപ്പാക്കുകയും ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കേണ്ടവയെ അകറ്റുകയും ചെയ്യുമ്പോഴാണ് ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി നാം മാറുന്നത്. അതാണ് ദൈവത്തിന് ഏറ്റവും സൗരഭ്യവാസനയായിട്ട് തീരുന്നത്. രണ്ടാമതായിട്ട്, മടങ്ങി വരവിനായി ആഹ്വാനം ചെയ്യുന്ന ആരാധന. ആരാധനയിൽ വന്നുപോയ അപാകത പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല, മറിച്ച് ദൈവജനം എന്ത് ചെയ്യണം എന്നുകൂടെ ഈ വേദഭാഗത്ത് പറയുന്നുണ്ട്. 1-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ പറയുന്നു, നിങ്ങളെ കഴുകി വെടിപ്പാക്കുവിൻ, നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെ എൻ്റെ കണ്ണിൻ മുമ്പിൽ നിന്ന് നീക്കിക്കളവിൻ എന്ന്. ആരാധകരിൽ പ്രകടമായി കാണേണ്ട ചില അടിസ്ഥാന യോഗ്യതകളാണ് ഇത്. പരദേശിയോടും അനാഥനോടും വിധവയോടുമൊക്കെ പാലിക്കേണ്ടതായ പ്രമാണങ്ങളെക്കുറിച്ച് തുടർന്ന് അവിടെ പറയുന്നു. അധരങ്ങളാൽ ദൈവത്തെ ബഹുമാനിക്കുന്നുവെങ്കിലും ഹൃദയം ദൈവത്തിൽ നിന്ന് പലപ്പോഴും അകന്നു പോകുന്നു. പാപത്തിൽ ജീവിച്ചുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന തെറ്റായ ധാരണ ചിലരിലെങ്കിലും ഇന്ന് കടന്നുകൂടിയിട്ടുണ്ട്. എന്നാൽ നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, എൻ്റെ ആരാധന ദൈവത്തിന് പ്രസാദകരമാണോ? ഞാൻ ആചാരങ്ങൾ മാത്രം പാലിക്കുന്ന വ്യക്തിയാണോ? അതോ വിശുദ്ധിയോടെ ജീവിക്കുവാൻ എനിക്ക് ഇന്ന് കഴിയുന്നുണ്ടോ? ഇന്ന് തന്നെ ദൈവത്തിങ്കിലേക്കും യഥാർത്ഥ ആരാധനയിലേക്കും നമുക്ക് മടങ്ങി വരാം. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും പ്രാപ്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ ആരാധനകൾ ഒരിക്കലും അങ്ങയിൽ അപ്രീതി ഉണ്ടാക്കുവാൻ ഇടയാക്കരുതേ. ഇതുവരെയും വന്നുപോയ ഞങ്ങളുടെ കുറവുകളും കുറ്റങ്ങളും എല്ലാം ക്ഷമിക്കണമേ. പ്രിയ കർത്താവേ, വെറും ആചാരങ്ങളാലല്ല, ആത്മാർത്ഥ ഹൃദയത്തോടെയും ഹൃദയ വിശുദ്ധിയോടെയും ആരാധിക്കുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ശ്രദ്ധ വെച്ച് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.